വിവിധ ഭാഗങ്ങളിൽ ഇന്നും സുവിശേഷത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുന്നവർ നിരവധിയാണെന്നും അവർ വധിക്കപ്പെടുന്നുണ്ടെന്നും ഫ്രാൻസിസ് പാപ്പ. പ്രഥമ ക്രൈസ്തവ രക്തസാക്ഷിയും തന്റെ ഘാതകരുടെ മേൽ കുറ്റം ആരോപിക്കരുതേയെന്ന് മരണവേളയിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചവനുമായ വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ ദിനത്തിൽ വത്തിക്കാനിലെ മധ്യാഹ്ന പ്രാർത്ഥന നയിച്ച് സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. വിശ്വാസത്തെ പ്രതി മരണം വരെ പീഡിപ്പിക്കപ്പെടുന്നവർ ബലഹീനതയാലോ ഒരു പ്രത്യേക ശാസ്ത്രത്തെ പ്രതിരോധിക്കാനോ അല്ല അവർ വധിക്കപ്പെടുന്നതിനെ സ്വയം വിട്ടുകൊടുക്കുന്നത്, മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് അവർക്ക് ലഭിച്ച രക്ഷാദാനത്തിൽ എല്ലാവരെയും പങ്കാളികളാക്കാനാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. പാലയൂർ പള്ളി കോമ്പൗണ്ടിൽ കരോൾ തടഞ്ഞ് പോലീസ് ഗുണ്ടായിസം കാണിച്ചത് അപലപനീയവും നിയമവിരുദ്ധവുമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ്. നാനാജാതി മതസ്ഥർ ഒന്നിച്ചാഘോഷമാക്കുന്ന ക്രിസ്തുമസ് ദിനങ്ങളിൽ സംഘർഷമുണ്ടാക്കാനും മതപരമായ വേലിക്കെട്ടുകൾ ഉണ്ടാക്കാനുമുള്ള ഗൂഢമായ ശ്രമങ്ങൾ ഈ ക്രിസ്തുമസ് നാളുകളിൽ ഉണ്ടായതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനെ പോലീസ് അധികാരികൾ ശ്രമിക്കുന്നുവെന്നത് ഞെട്ടിക്കുന്നതാണ്. കേരള സമൂഹം ഒന്നായി കൊണ്ടാടുന്ന ആഘോഷങ്ങളെ മതപരമായ ആഘോഷമാക്കി സമൂഹത്തിൽ അകൽച്ച ഉണ്ടാക്കാനുള്ള വർഗീയ ശക്തികളുടെ തന്ത്രങ്ങളിൽ കേരളം വീണുപോകരുതെന്ന് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ജൂബിലി വർഷത്തിൽ റോമിലെ റെബീബിയയിലുള്ള ജയിലിൽ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധവാതിൽ തുറന്നു. സഭയിൽ നൂറ്റാണ്ടുകൾ പിന്നോട്ടു പോകുന്ന ജൂബിലി പാരമ്പര്യ ചരിത്രത്തിൽ ഇതാദ്യമായാണ് കാരാഗൃഹത്തിൽ ഒരു വിശുദ്ധവാതിൽ തുറക്കുന്നത്. സഭയിലെ പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ ദിനമായ ഇന്നലെയാണ് ഫ്രാൻസിസ് പാപ്പ റോമിലെ റെബീബിയയിലുള്ള തടവറയുടെ വിശുദ്ധവാതിൽ തുറന്നത്. വ്യാഴാഴ്ച രാവിലെ പ്രാദേശിക സമയം 9 മണിക്ക് പാപ്പ വിശുദ്ധവാതിൽ തുറക്കുകയും തുടർന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. 100ഓളം തടവുകാരും പോലീസ് ഓഫീസർമാർ, വൈദികർ, സന്നദ്ധ പ്രവർത്തകർ, ജയിൽ ഗാർഡുകൾ, അവരുടെ കുടുംബങ്ങൾ എന്നിവർ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ചു. ഇസ്ലാമിക മതമൗലികവാദികൾ ബുർക്കിന ഫാസോയിലെ കത്തോലിക്കർക്കെതിരായി നടത്തുന്ന നിരന്തരമായ ഭീകരാക്രമണങ്ങൾക്കിടയിലും സമീപ വർഷങ്ങളിൽ പൗരോഹിത്യ ദൈവവിളികൾ വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് അപകട മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന രൂപതകളിൽ ദൈവവിളികൾ വർദ്ധിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ്. തീവ്രവാദവും അക്രമവും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഈ പ്രദേശങ്ങളിലാണ് ഏകദേശം 40% സെമിനാരികളും ഉള്ളത്. എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് എന്ന പൊന്തിഫിക്കൽ ഫൗണ്ടേഷൻ അനുസരിച്ച് 2019-2020 അധ്യയന വർഷത്തിൽ സെയിന്റ് പീറ്റർ ആൻഡ് പോൾ സെമിനാരിയിൽ മാത്രം 254 പേരാണ് ഉണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ ക്രിസ്തുമസ് രാവിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വിശുദ്ധവാതിൽ തുറന്നതോടെ 2025 ജൂബിലി വർഷം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 2016 കരുണയുടെ അസാധാരണ ജൂബിലി വർഷാചരണത്തിന് ശേഷം സീൽ ചെയ്തിരുന്ന ദേവാലയവാതിലാണ് വീണ്ടും തുറന്നിരിക്കുന്നത്. 2024 ഡിസംബർ 24 തീയതി മുതൽ 2026 ജനുവരി 6 വരെയുള്ള സമയത്താണ് ജൂബിലി സഭ ആചരിക്കുക. ഓരോ 25 വർഷം കൂടുമ്പോഴാണ് സാധാരണഗതിയിൽ ജൂബിലി വർഷം ആഘോഷിക്കുന്നത്.